ഹലോ, എല്ലാവർക്കും നമസ്കാരം. സംഭവം എന്ന് വെച്ചാലേ ഇന്ന് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ ഉടനെ ഒരു ചടങ്ങുണ്ടെന്നുള്ള കാര്യം. ആ ചടങ്ങെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മകളുടെ കൊച്ചു കല്യാണമാണ് കേട്ടോ. കൊച്ചു കല്യാണം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. അതായത് വയസ്സറിയിക്കൽ ചടങ്ങെന്ന് പറയും, ഋതുമതി ചടങ്ങെന്ന് പറയും, കൊച്ചു കല്യാണം എന്ന് പറയും. അപ്പോൾ ഇന്ന് ആ ചടങ്ങാണ്. അപ്പോൾ ചടങ്ങ് അവരുടെ വീടാണ്, നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലാണ് ഈ ഇടയ്ക്ക് മോഷണം നടന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവർ ഷെഡ് അടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവർ ചടങ്ങൊക്കെ ചെയ്യുന്ന അവരുടെ പണി പൂർത്തിയാവാത്ത വീടിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ. സംഭവം അവർ പെന്തക്കോസ് വിശ്വാസികളാണ്. അപ്പോൾ ആ രീതിക്കാണ് അവരുടെ ചടങ്ങുകൾ, നമ്മളുടേതായ രീതിക്കല്ല. അപ്പോൾ ആ രീതിക്കായിരിക്കും ചടങ്ങുകളും കാര്യങ്ങളും. ഇപ്പോൾ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അതെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കർത്താവേ, രാജാവ് രാജാവ് സ്വർഗീയനാഥനെ കർത്താവേ, കർത്താവേ കർത്താവേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നടക്കുന്ന കർത്താവിൻ്റെ ഏകതെല്ലാം തന്നെ ക്ഷമിക്കണമേ കർത്താവേ, നമ്മൾ കടപ്പെടലേ കർത്താവേ. ഈ നിമിഷത്തെ കരങ്ങളിലേക്കുന്ന കർത്താവിൻ്റെ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണമേ, ആഗ്രഹിക്കണമേ, സോദരി യേശുവേ നമ്മളോട് ശ്രദ്ധിക്കുന്ന കർത്താവേ, പ്രാർത്ഥനയെല്ലാം കേട്ടെ ഞാൻ യേശു നാമത്തിൽ തന്നെ ആമേ. പരിശുദ്ധനെ പ്രാർത്ഥന യാചനം കേട്ടെ ഞാൻ യേശു നാമത്തിൽ തന്നെ ആമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വേഗം പറഞ്ഞു ഒരുങ്ങുന്നില്ലേ? രുദ്ര ഒരുങ്ങിയാ? എവിടെ രുദ്രയെ കാണിച്ചാണ്? രുദ്രയുടെ ചുമയൊക്കെ കുറഞ്ഞു കേട്ടാ. രുദ്ര ഇന്നലെ ഒരു ദിവസം കൂടെ അമ്മക്ക് ഡോക്ടറെ കാണണമായിരുന്നു. ഡോക്ടറെ കണ്ടു. മരുന്ന് മാറ്റി കൊടുത്ത് ഇപ്പം കുറഞ്ഞു നല്ലപോലെ. നമുക്ക് ഇവിടത്തേക്കുള്ള ഫുഡ് വന്നു കേട്ടാ. കഴി തുടച്ച് ഇപ്പൊ എടുത്ത് വെക്കണല്ലോ. ചടങ്ങ് കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയല്ലോ.
അങ്ങനെ ഞാൻ മാമനാണ് കാണിച്ചോളൂ. അച്ഛനെ കാണിച്ചോളൂ, കൊച്ചിനെ കാണിച്ചോളൂ. കണ്ടു. ചേട്ടന്മാർ ഡെസ്കൊക്കെ പിടിച്ചിടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഭക്ഷണം കിടക്കുന്നത് കേട്ടോ. ഇല്ല ഇല്ല, ഈ വീഡിയോ എന്തിനാ കണ്ടിട്ടുണ്ടോ? വീഡിയോ എടുത്തിട്ടുണ്ടോ? ഏത് വീഡിയോ ഉണ്ട്? എല്ലാ വീഡിയോ കാണുമോ? എല്ലാം കാണണം കേട്ടോ. നിങ്ങൾ വരും വീഡിയോയിൽ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ വരും. നമ്മള് നമ്മുടെ ഫുഡെന്ന് പറഞ്ഞതാ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി, റൈസ്, പിന്നീട് വെള്ളച്ചോറ് കൊണ്ടതൊക്കെ വെള്ളച്ചോറ്, സാമ്പാർ, നാരങ്ങ അച്ചാർ, ഇത് വെജിറ്റബിൾ കറിയാണേ, ഇത് റൈസ്. പിന്നീട് പ്ലേറ്റും കാര്യങ്ങളുമാണ്. ഇത് പായസമാണ്. പായസം ഗ്ലാസ്സിലാണ് കേട്ടോ കൊടുക്കുന്നത്. പായസം നമ്മൾ ഇവിടെ വെച്ചതാണ്. ബാക്കിയെല്ലാം നമ്മൾ കാറ്ററിംഗ് ആയിരുന്നു. പഴം, ഓക്കെ. എന്തിനു കണ്ടില്ലേ? വണ്ടി ആരെടുത്തോണ്ട് പോയി? പിള്ളേർ അല്ല, ചോറ് തന്നെ ഞാൻ പോയി. റൈസ് കാശി ഞാൻ ആർട്ടാ എന്തേടി പപ്പട ഞാൻ ഇതാടാ പപ്പടം എന്താ ഇതാടാ. അവൻ്റെയാണ്. ഞാൻ ആട്ടിൽ വെക്കളെ, അത് അവൻ്റെയാണ്. അയ്യോ അയ്യോ എന്തേടി അല്ലു? എവിടെ പോയാ? വേണ്ട അച്ചാറെടുക്കട്ടെ? വേണ്ട വിളിക്കും. അങ്ങനെ ഇടാവും. എന്തിനാ മാവി ചോദിച്ചോ? ഇറച്ചി വേണ്ടായിരുന്നോ?
എന്നിട്ട് ഉണ്ടാവും. ചക്കര 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 എങ്ങനെ പറയാമോ? എടി ഇവളെ ശരീരവും അവളെ രൂപമായിരുന്നു, അതായിരുന്നു ചക്കര. ഉറങ്ങണ്ടേ? ഇതെന്തിനാണുള്ളയാ? തീർന്ന കറി? കറി തീർന്ന? ഇത് രാത്രിത്തെ കറിക്കാതെ വേറെ വല്ല സെറ്റപ്പ് ഉണ്ടോ? ചോറ് വയ്ക്കുന്നു, കിഴങ്ങും ചിക്കനും. അടിപൊളി. അപ്പൊ കൊണ്ടുപോകുന്നത് തീർന്നായിരുന്നു? ഓക്കെ, കിടക്കട്ട് കരമല്ലേ? അത് കണ്ട ചെറിയ ടീംസ് എല്ലാം ഇത്തിരി സമയം കിട്ടിയപ്പം കാവിലോട്ട് പോയി. കണ്ടിട്ട് കൊതിയാവണ്. എനിക്ക് വയ്യ തൂങ്ങാൻ. ഞാൻ മുമ്പ് ഇത് തൂങ്ങി കിടന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, അതിനുശേഷം പിള്ളേർ ഇവിടെ തന്നെ എല്ലാവരും. ഇവളെന്തിനു കാണിക്കുന്നു? ഇവിടെ പിടിച്ച് കെട്ടി വിട്ടാടി നീ. ആ പോ. നിങ്ങൾ തിരിച്ചു വരുമ്പോ മരം നോക്ക്. അപ്പുറത്ത് രണ്ട് ടീം കിടന്നു പറഞ്ഞു. അറി കല്ലിനൊന്നും വീടല്ലേ?
വീടല്ലേക്കളെ വീഴും, നാട് പിടിച്ച് വീഴും. മക്കളെ നോക്കിയില്ല, അതിന്റെ ഇടയിലൊന്നും വന്ന് വീഴല്ലേ. ഇടിച്ച് 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 അപ്പൊ ചേച്ചി കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ? ഓ കഴിഞ്ഞു, സന്തോഷമായി. എല്ലാരും വന്ന് നന്ദി, സന്തോഷം. എനിക്ക് അന്ന് മനസ്സ് നിറഞ്ഞ് സന്തോഷം തന്നെ. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ ചേച്ചി മറ്റേ നിങ്ങളെ വീട്ടില് പ്രശ്നം നടന്നില്ല, മോശം നടന്നില്ല, അതിനെപ്പറ്റി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ പോലീസ് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ചന്തോക്കിൽ പോലീസ് വരാത്തോണ്ട് അപ്പൊ ഒരാഴ്ചയായി. അപ്പൊ അവര് കാണാത്തോണ്ട് നമ്മൾ നേരെ വർക്കല കൊടുത്തു. വർക്കലേന്ന് ഞാൻ പോലെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ വിളിക്കാന്ന് പറഞ്ഞു. അപ്പോഴും തന്നെ അവർ വിളിച്ച് നമ്മൾ ഇറങ്ങുന്ന മുമ്പേ തന്നെ പോലീസ് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞാൽ ഇനി അടുത്ത് നിൽക്കുകയാണ്. അപ്പം പിന്നെ കുഴപ്പമില്ല, നമ്മൾ അന്വേഷിച്ചിട്ടൊക്കെ വരാം. ഇവിടെ അന്വേഷിച്ച് കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരും പറഞ്ഞിട്ട് പോയത് പുള്ളർ സെറ്റുകൾ ആരെയാണെന്നാണ് അവർ പറയുന്നത്. അവർ എന്തായാലും തിരക്കാന്ന് പറഞ്ഞ് പോയി അന്വേഷിക്കാന്ന് പറഞ്ഞു. ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഓ കെറിയൊക്കെ വിളിച്ചായിരുന്നു കേട്ടോ എന്നെ. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്ന് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പോയി. സഹോദരൻ അത് പറഞ്ഞ അവൻ ചെയ്തെന്ന് പറഞ്ഞ ചേച്ചി ആരെങ്കിലും പോയി മറ്റുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരൂല, ചേച്ചി കഷ്ടപ്പെട്ട പൈസ ഇല്ലേ. അപ്പൊ അതിനു വേണ്ടിയാണ് സഹോദരൻ അങ്ങനെ ചെയ്തത്. ആരും അവനെ കുറ്റപ്പെടുത്തല്ലേ, അവന് റേറ്റ് കൂടാനോ ഒന്നിനും അല്ല അവ ചെയ്തിട്ടുള്ളത്. അത് നമുക്കത് ഭയങ്കര വിഷമമായി പോയി അങ്ങനെ പറഞ്ഞതിന്. ആര് പറഞ്ഞാലും എന്തെന്നറിയാമോ, ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അതിന്റെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അത് ഞാൻ ഇപ്പൊ ചേച്ചിയുടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞല്ലോ. അതെ, അപ്പോൾ ചടങ്ങെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് നമ്മളും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഇനി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ വണ്ടി വരും, വണ്ടിയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വിടണം. പരിപാടി കഴിഞ്ഞ് ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അത് നമ്മളെ രുദ്രയുടെ കാര്യം, രുദ്രയ്ക്ക് ഇപ്പം പനി ചുമ എങ്ങനെയുണ്ട് നീയും കൂടെ പറ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുമ നല്ല കുറവുണ്ട് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മാറ്റി തന്നു. അപ്പോൾ ചുമ നല്ല രീതിക്ക് കുറവുണ്ട്. സംഭവം എന്ന് വെച്ചാൽ പലരും പറയുന്നത് ഡസ്റ്റിൻ്റെ അലർജിയാണ്. ഡസ്റ്റിൻ്റെ അല്ല, ഈ അന്തരീക്ഷത്തിനാണ്. ഇവിടെ മഞ്ഞ് ഉള്ളതുകൊണ്ട് ഈ ഏരിയ അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ നാളെ വരാം. അതുവരെ ടാറ്റാ.